ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇരുമ്പ് ചട്ടി ഉണ്ടല്ലോ, ഇരുമ്പ് ചട്ടി ഇതുപോലെ തുരുമ്പടിച്ചത് നല്ല ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. ഞാൻ ഒത്തിരി യൂട്യൂബിൽ സെർച്ച് ചെയ്ത് എനിക്ക് യൂസ്ഫുള്ളായ ഒരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരോടും ഇതൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി കേട്ടോ. ആദ്യം ചെറിയ കടു വറുക്കുന്ന ചട്ടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ദോശത്തവ എല്ലാം എടുക്കാം കേട്ടോ, ഇരുമ്പിലുള്ളത്. അപ്പോൾ എനിക്ക് നല്ല രീതിയിൽ അത് മാറി. എൻ്റെ കൈ കുറച്ച് പ്രശ്നമായതുകൊണ്ട് കുറച്ച് തിരുമ്മി എടുക്കാനായിട്ടൊന്ന് പാടുപെട്ടു, അത്രേ ഉള്ളൂ. ആദ്യം നമ്മളൊരു ടിഷ്യൂ പേപ്പറോ തുണിയോ അല്ല കോട്ടൺ തുണിയോ എടുത്തിട്ടേ നമുക്ക് ആദ്യം ഈ തുരുമ്പൊക്കെ ഒന്ന് തുടച്ച് മാറ്റാം കേട്ടോ. കൈ വെച്ച് തന്നെ നല്ല രീതിയിലൊന്ന് തുടച്ച് മാറ്റാം. എനിക്ക് പിന്നെ നനയ്ക്കാനുണ്ട്, പാത്രം കഴുകാനുണ്ട്. അതുകൊണ്ട് ഞാൻ ഇത് ചെയ്തപ്പോൾ ഗ്ലൗസ് കയ്യിലിട്ടിട്ടില്ലായിരുന്നേ. എല്ലാവരും ഇത് ചെയ്യുമ്പോൾ ഗ്ലൗസൊക്കെ ഇട്ടിട്ട് വേണം ചെയ്യാനേ. അപ്പം ഇതാദ്യം നമ്മൾ നല്ല രീതിയിൽ തുടച്ചെടുത്തതിന് ശേഷം ഇതിലോട്ട് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. നല്ലെണ്ണ ഒഴിച്ചതിന് ശേഷം പൊടിയുപ്പിനേക്കാളും കല്ലുപ്പാണ് കേട്ടോ നല്ലത്. പിന്നെ കുറച്ച് കല്ലുപ്പും കൂടെ ഇട്ടതിന് ശേഷം കൈ വെച്ച് നല്ല രീതിയിലൊന്ന് എല്ലായിടും ഒന്ന് മിക്സ് ചെയ്തൊന്ന് തിരുമ്മി കൊടുക്കാം കേട്ടോ. മൊത്തത്തിൽ എൻ്റെ അടിഭാഗത്ത് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ തുരുമ്പ്. അപ്പോൾ എല്ലാം കൂടി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ. ആ സമയം തന്നെ നമ്മുടെ കല്ലുപ്പൊക്കെ വേറെ കളറൊക്കെ ആയിട്ടുണ്ട്. എണ്ണയും ഉപ്പൊക്കെ മിക്സായിട്ട് കുറച്ച് അലിഞ്ഞ് നല്ല ചുമന്ന കളറിലായിട്ടുണ്ട് കേട്ടോ. ഈ തുരുമ്പൊക്കെ ഇളവി വരുന്നുണ്ട്. അപ്പം നമ്മൾ ഇതെല്ലാം മിക്സ് ചെയ്തെടുത്തു, നല്ല രീതിയിൽ ഉരച്ചെടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ബാക്ക് സൈഡിലുണ്ടല്ലോ, അപ്പം നമ്മളിതൊക്കെ തിരുമ്മിയതിന് ശേഷം ബാക്കി കല്ലുപ്പ് ഞാൻ അതിൽ ഉള്ളത് തന്നെ എനിക്ക് മതിയായിരുന്നു കേട്ടോ. ബാക്കിൽ ചെറിയ ചട്ടിയാണല്ലോ, അപ്പം ബാക്കിലും അത് വെച്ച് നല്ല രീതിയിൽ തിരുമ്മി കൊടുക്കുക. എനിക്ക് വീഡിയോ എടുത്തു തരാനായിട്ട് രണ്ട് മക്കൾ ബിസി ആയിരുന്നേ. അപ്പം ഞാൻ ഒറ്റ കയ്യിലാണ് കേട്ടോ വീഡിയോ എടുത്തത്. അതിൻ്റേതായിട്ടുള്ള മിസ്റ്റേക്കൊക്കെ ഉണ്ട്. ഇങ്ങനെ പ്രസ് ചെയ്താണ് കേട്ടോ. ഇപ്പോഴാണ് ഇങ്ങനെ ഒരു ഐഡിയ തോന്നി, ഇങ്ങനെ വീഡിയോ എടുക്കാമെന്ന് കാണിക്കായിരുന്നില്ലേ. അപ്പം നല്ല രീതിയിൽ ഈ സൈഡൊക്കെ ഇങ്ങനെ നല്ലൊരു എൻ്റെ കയ്യിലൊക്കെ കുഴപ്പമുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ നല്ല രീതിയിൽ പ്രസ് ചെയ്തു. ഇങ്കാരം മീൻ കൊണ്ടുപോയ സൗണ്ടാണ് കേട്ടോ. ഈ ഉപ്പും ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇന്ന് രാവിലെ ഉറപ്പെണിക്കുന്ന പണിയായണേ. അപ്പം നോക്കാം ഇത് സെറ്റാവുമെന്ന്. ഇത് കുറച്ച് ദിവസം യൂസ് ചെയ്യുമ്പോൾ പിന്നെ എത്ര തുരുമ്പ് പിടിച്ചിട്ട് പിന്നെ ഞാൻ യൂസ് ചെയ്യത്തില്ല, അങ്ങനെയൊക്കെ ഇരിക്കും കേട്ടോ. അപ്പം ഇതൊന്ന് നോക്കാം, ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് നമ്മുടെ ഇതൊക്കെ സെറ്റായി മൊത്തം കല്ലുപ്പ് വെച്ചിട്ട് ഇങ്ങനെ തന്നെ നല്ല രീതിയിൽ പ്രസ് ചെയ്ത് നല്ല സൈഡൊക്കെ അരച്ചു കൊടുക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റീൽ സ്ക്രബ്ബറില്ലേ, അത് വെച്ച് വെച്ചു. പാത്രം കഴുകുന്ന സോപ്പായാലും ലിക്വിഡായാലും മതി കേട്ടോ. ഞാനിവിടെ വിമ്മിൻ്റെ സോപ്പാണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് അതാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ യൂസ് ചെയ്ത് നല്ല രീതിയിൽ തേച്ച് കൊടുക്കുക കേട്ടോ. എൻ്റെ തേച്ച കുറച്ച് മിസ്റ്റേക്ക് കാരണമാണ് ഇത് കുറച്ചുകൂടി ക്ലീൻ ചെയ്യാനുണ്ട്, ക്ലീൻ ആവാനായിട്ട്. അത് മക്കളെ വിട്ട് ഒരിക്കൽ കൂടെ അത് ക്ലിയർ ചെയ്താലേ അത് സെറ്റായി കിട്ടത്തുള്ളൂ. എൻ്റെ കൈ കുറച്ച് പ്രശ്നമാണ് കേട്ടോ, നല്ല രീതിയിൽ പ്രസ് ചെയ്ത് എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ടാണേ. അപ്പം ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തോ. എനിക്ക് നല്ല രീതിയിൽ ഉപകാരപ്പെട്ടെന്നാണ് തോന്നിയത് കേട്ടോ. ആദ്യം എന്നിട്ട് ഞാനിത് നല്ല രീതിയിലൊന്ന് ടിഷ്യൂ പേപ്പർ എടുത്ത് തുടച്ചെടുത്ത് കേട്ടോ. അപ്പം വീണ്ടും നല്ല ചുമന്ന കളറിൽ വരുന്നുണ്ട്. അപ്പം ഞാൻ കുറച്ച് അതൊക്കെ കഴിഞ്ഞ് നല്ല ക്ലീൻ ആയതിന് ശേഷം കുറച്ച് നല്ലെണ്ണയും കൂടെ ഒഴിച്ച് തടവി കൊടുത്തു കേട്ടോ. അപ്പം ഇതുപോലെ എല്ലാവരും നമ്മൾ എടുക്കാത്ത സാധനങ്ങൾ മൂലയിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ എടുത്തൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുതേ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ടാറ്റ ബൈ ബൈ, സീ യു.